ഹോട്ടലുകളിൽ കിട്ടുന്ന മൊരിഞ്ഞ നെയ് റോസ്റ്റ് വീട്ടിലുണ്ടാക്കിയാൽ അതേപോലെ കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കായാണ് ഇന്ന് ഈ റെസിപ്പി. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സാധാരണ ഉഴുന്നുദോശയുടെ മാവല്ല ഇതിന് വേണ്ടത്. നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് നെയ് റോസ്റ്റിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ദോശ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഡ്ലി റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ നെയ് റോസ്റ്റ് നല്ല മൊരിഞ്ഞു വരാനായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ പച്ചരിയും ഉഴുന്നുമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾക്കൊരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വയ്ക്കണം. മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് നന്നായി ഒന്ന് കുതിർത്ത് വയ്ക്കണം. 4 മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായി മഷി പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാനിപ്പം മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടി ചോറോ അതേപോലെ തന്നെ അവല് വെള്ളത്തിൽ കുതിർത്തതോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ചേർക്കാവുന്നതാണ്. ചോറൊക്കെ ചേർത്ത് അധികമായി പോയാൽ ഇത് തണുത്ത് കഴിയുമ്പം ഭയങ്കര സോഫ്റ്റ് ആയി വരും. നെയ് റോസ്റ്റ് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ മാവൊക്കെ നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാവ് നല്ല സോഫ്റ്റ് ആയി പൊങ്ങി വരാൻ നന്നായി സഹായിക്കും. ഇനി ഈ വെളിച്ചെണ്ണ ഈ മാവിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സാധാരണ നമ്മൾ ദോശയ്ക്കുള്ള മാവ് അരയ്ക്കുമ്പോഴോ ഇഡ്ഡലിക്കുള്ള മാവ് അരയ്ക്കുമ്പോഴോ ഒക്കെ നമ്മൾക്ക് ഇതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മാവൊക്കെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മൂടി അടച്ചു വെച്ച് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഫെർമെന്റ് ചെയ്യാൻ വെക്കാം. തലേന്ന് രാത്രി അരച്ചു വെച്ച മാവ് ഞാൻ 8 മണിക്കൂറിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത്. ഇനി നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. മാവൊക്കെ നന്നായി സോഫ്റ്റായി ഫെർമെന്റ് ആയി വന്നിട്ടുണ്ട്. ഇനി മാവിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ് റോസ്റ്റിനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ നെയ് റോസ്റ്റിന്റെ കൂടെ കഴിക്കാനുള്ള തേങ്ങാ ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത നിലക്കടലയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും ഒരു 4 അല്ലി കൊച്ചുള്ളി നന്നായി വൃത്തിയാക്കിയതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഇത് ഒട്ടും പുളിയില്ലാത്ത കട്ടത്തൈരാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ചട്നിക്ക് ഒരുപാട് പുളിയുള്ളതും നന്നാവില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. തൈര് ചേർത്തതിന് ശേഷം ഞാനൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മതിയാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മഷി പോലെ അരച്ചെടുത്തു കൊണ്ടുവരണം. തേങ്ങാ ചട്നി ഇവിടെ അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് കടുക് താളിക്കാം. ചൂടായ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി നുറുക്കിയ കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ചട്നി ചേർത്ത് കൊടുക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് നിലക്കടലയും തൈരും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ചട്നിക്ക്. ഇത് ഒരുപാട് ലൂസാക്കി എടുക്കരുത്, കുറച്ചൊരു കട്ടിയിൽ വേണം ഈ ചട്നി ഉണ്ടാവാൻ. മിക്സി ജാറിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചട്നിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരുപാട് തിളപ്പിക്കരുത്. സൈഡിൽ നിന്നൊക്കെ ചെറുതായി ഒരു തിള വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഓഫ് ചെയ്യണം. നന്നായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും, ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ഇപ്പോൾ തേങ്ങാ ചട്നിയൊക്കെ നന്നായി ചൂടായി, സൈഡിൽ നിന്നൊക്കെ നല്ല തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും, നമ്മൾക്കിനി ഇത് ഓഫ് ചെയ്യാം. നെയ് റോസ്റ്റിനുള്ള തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നെയ് റോസ്റ്റ് ചൂടാൻ തുടങ്ങാം. ദോശപ്പാൻ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂട് ക്രമീകരിക്കാനായി കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് നൈസായി പരത്തിയെടുക്കണം. നെയ് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ നമ്മൾക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദോശയൊക്കെ നന്നായി മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ചട്ടകം കൊണ്ട് തിരിച്ചതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തു. ഇത് ഈ തേങ്ങാ ചട്നി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇതുപോലെ നെയ് റോസ്റ്റും തേങ്ങാ ചട്നിയും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.